അവകാശം എന്നുള്ള നിലയിലേക്ക് അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത് ഷംസീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനാണ്, സഹപ്രവർത്തനാണ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം പിന്നെ മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിനോട് ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് അവർ ആഗ്രഹിച്ചു. അപ്പോൾ MLA ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. ഇതിനു വേണ്ടി മുൻകൈയെടുത്ത പ്രിയപ്പെട്ട MLAക്കും അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് സഹായിച്ച ചർക്കയ്ക്കും റിയാസിനും പ്രിയപ്പെട്ട ഷംസീർ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾക്കും ഞാൻ പഴയ MLA എന്നുള്ള നിലക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായി ആ വീൽ ചെയറിൻ്റെ വിതരണം ഇവിടെ വെച്ച് നമ്മളിപ്പോൾ നടത്താം. പ്രിയപ്പെട്ടവരെ, MLA ഇന്നാണ് നമ്മൾ ഓഫീസായി പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിലും ഇതിനോടകം നിരവധി ആളുകൾ അവരവരുടെ പ്രയാസങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വീൽ ചെയറുമായി ബന്ധപ്പെട്ട നിരവധിയായ റിക്വസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരാവശ്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ സേവ്യറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ ആവശ്യം പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിരുന്ന KPCC മെമ്പർ ശ്രീ റിയാസ് മുക്കോളി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചർക്ക എന്ന് പറയുന്ന സംഘടന ഇതിനോടകം തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നൊരു സംഘടനയാണ്. അപ്പോൾ അവരപ്പോൾ തന്നെ പറഞ്ഞു, ആരെങ്കിലും അതിന് സ്പോൺസറെ കിട്ടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അത് ഉറപ്പായിട്ടും ആ വീൽ ചെയർ, ഇലക്ട്രോണിക് വീൽ ചെയർ അവിടെ എത്തിക്കാൻ പറ്റും. അതിനുശേഷമാണ് പ്രിയപ്പെട്ട ഷംസീർക്കയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നൊരു വിഹിതം ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ആ വീൽ ചെയർ കൈമാറാമെന്ന് പ്രിയപ്പെട്ട റിയാസ് പറഞ്ഞു. ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ ഏറ്റുവാങ്ങേണ്ടുന്ന ആളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൈമാറുകയാണ്. പ്രിയപ്പെട്ട KPCC ഉപാധ്യക്ഷൻ ശ്രീ VT ബൽറാം ഉരുവാണ് കൈമാറുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഒരു MLA ഓഫീസ് എന്തിനാണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരമാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ഷാഫിയുടെ ഓഫീസ് 10-13 വർഷം ഈ നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ഒരു നല്ല തുടർച്ച രാഹുലിന്റെ ഈ ഓഫീസിന്റെ ഭാഗമായിട്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് ഞാൻ വിശേഷിപ്പിച്ച ഈ നല്ല പ്രവർത്തനത്തിന്റെ നിരവധി ആവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. ഈ നാട്ടിലെ ഏതൊരാൾക്കും ഒരാവശ്യം വന്നാൽ അത് പൊതുവായിട്ടുള്ള ആവശ്യം മാത്രമല്ല, വികസനപരമായിട്ടുള്ള ആവശ്യം മാത്രമല്ല, വ്യക്തിപരമായ അവരുടെ സുഖദുഃഖങ്ങൾ അടക്കം വന്ന് പറയാൻ ഒരു ഇടമുണ്ട്. അത് കേൾക്കാൻ ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനം ഇവിടെ ചർക്കയുടെ മുൻകൈയിൽ ഷംസീർക്കയുടെ സഹായത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിക്കുകയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇത് ഏറ്റുവാങ്ങുന്ന കുടുംബത്തിനും അതൊരു സന്തോഷമായിട്ട് മാറട്ടെ, പ്രയോജനകരമായിട്ട് മാറട്ടെ. എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നേതാവ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രിയപ്പെട്ട ഹമീദ് ഇത്തിരി വഴി കൊടുക്കാൻ കാല് നോക്കണേ. ഇതിൽ കുറച്ച് സ്പേസ് കൊടുത്താൽ ഒന്ന് ബാക്കോട്ടിക്കോ, ഒന്ന് ബാക്കോട്ടിക്കോ. മതി. അല്ല, ഈ മേഡിൽ ഇവിടെ നിന്നാ കറക്റ്റാണ്. ആ കറക്റ്റാണ്.
സതീഷേട്ടാ ഗ്യാപ്പ് ഇടാം. കുറച്ച് ഗ്യാപ്പ് ഇടാം. സതീഷേട്ടാ MLA കാണുന്നില്ല, അതാണ്. ചട്ടത്തിരി തലേ MLA കാണുന്നില്ല, MLA കാണുന്നില്ല. ഒന്ന് വൈഡായിട്ട് അവിടെ നിന്ന് മാറിയാൽ മതി.